ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെക്കൻഡ് ബികോം SDE സ്റ്റുഡൻസിൻ്റെ 2015 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പെയുള്ള ക്ലാസ്സിൽ 2015, 2016, 2019 എന്നീ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2015 ഒരു വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസാണ്, അതായത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഡു യു മീൻ ബൈ GAAP? അതായത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണിത്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്? Accounting principles are those rules and procedures which are adopted by the accountants universally in recording accounting transactions. These principles are usually called as generally accepted accounting principles. Okay, next one. What is pro forma invoice? Consignment accounts എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഇത്. അപ്പോൾ എന്താണ് pro forma invoice? It is a statement prepared by the consignor and sent along with the goods to the consignee. കൺസൈനർ പ്രിപ്പയർ ചെയ്ത് കൺസൈനിക്ക് സെൻഡ് ചെയ്യുന്നതാണ് ഏത്? പ്രൊഫോമ ഇൻവോയ്സ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് എബൌട്ട് ദ ഗുഡ്സ് സെൻഡ് സച്ച് ആസ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്, അതേപോലെ ക്വാളിറ്റി ഓഫ് ഗുഡ്സ്, പ്രൈസ്, എക്സെട്ര. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ്? ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനി എന്ന ചാപ്റ്ററിലുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് സ്ലിപ്പ് സിസ്റ്റം? ഇറ്റ് ഈസ് നോട്ട് എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ബട്ട് എ മെത്തേഡ് ഓഫ് പോസ്റ്റിംഗ് എൻട്രീസ് ടു ബുക്സ് കെപ്റ്റ് ഓൺ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ്. അണ്ടർ ദിസ് സിസ്റ്റം പോസ്റ്റിംഗ് ഇൻ ദ ലെഡ്ജർ ഈസ് മെയ്ഡ് ഡയറക്ട്ലി ഫ്രം സ്ലിപ്സ് ആൻഡ് നോട്ട് ഫ്രം ജേർണൽ ഓർ ക്യാഷ് ബുക്ക്. അതായത് ഇത് ഒരു ബുക്ക് കീപ്പിംഗ് സിസ്റ്റം അല്ല. പിന്നെ ലെഡ്ജറിലേക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ജേർണലിൽ നിന്നും ക്യാഷ് ബുക്കിൽ നിന്നും റെക്കോർഡ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് സ്ലിപ്പിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്ന രീതിയാണ് സ്ലിപ്പ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് സ്ലിപ്സ് എന്തൊക്കെയാണ്? പെയിൻ സ്ലിപ്പ്, വിഡ്രോവൽ ഫോംസ്, ചെക്സ്, എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനി എന്ന ചാപ്റ്ററിലുള്ളതാണ്. അപ്പോൾ ബാങ്കിങ് കമ്പനിയുടെ ഫോർമാറ്റ്, ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിൽ വരുന്ന ഒരു ഐറ്റമാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി. അപ്പോൾ അത് ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്തതിന് ശേഷം കാണിക്കുന്നതാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ ഇറ്റ് ഈസ് ഷോൺ ബൈ വേ ഓഫ് എ ഫുട് നോട്ട്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ലയബിലിറ്റീസ് നോട്ട് പ്രൊവൈഡഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അതായത് ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്യാത്തായിട്ടാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനി ഷെഡ്യൂൾ 12 ആണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. എക്സാമ്പിൾസ്, ക്ലെയിംസ് അഗെയിൻസ്റ്റ് ദ ബാങ്ക് നോട്ട് അക്നോളജ് ആസ് ഡെറ്റ്, അതേപോലെ ലയബിലിറ്റി ഫോർ പാർട്ട്ലി പെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പിന്നെ ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്, എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പർച്ചേസ് കൺസിഡറേഷൻ? അക്വിസിഷൻ ഓഫ് ബിസിനസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഇത്. അതായത് പർച്ചേസ് കൺസിഡറേഷൻ, പർച്ചേസ് പ്രൈസ് വിച്ച് ഈസ് പേയബിൾ ബൈ ദ പർച്ചേസിംഗ് കമ്പനി ടു ദ വെൻഡർ കമ്പനി ഈസ് കോൾഡ് പർച്ചേസ് കൺസിഡറേഷൻ. അതായത് ദ അഗ്രീഡ് എമൗണ്ട് ഗിവൺ ബൈ ദ ബയർ ടു ദ വെൻഡർ. എന്നെങ്കിൽ എന്ത് പറയാം? പർച്ചേസിംഗ് കമ്പനി വെൻഡർ കമ്പനിക്ക് കൊടുക്കുന്ന പൈസ, അവരുടെ ബിസിനസ് വാങ്ങുന്നതിന് അവർക്ക് കൊടുക്കുന്ന പൈസ. അതായത് അഗ്രീഡ് എമൗണ്ട് ഗിവൺ ബൈ ദ ബയർ ടു ദ വെൻഡർ ഈസ് കോൾഡ് പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് അണ്ടർ റൈറ്റിംഗ്? അപ്പോൾ അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ് അണ്ടർ റൈറ്റിംഗ്? ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ അണ്ടർ റൈറ്റേഴ്സ് ആൻഡ് ദ കമ്പനി. അണ്ടർ റൈറ്റേഴ്സും കമ്പനിയും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തതിന് ശേഷം 120 ഡേയ്സിനുള്ളിൽ ആ കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കമ്പനിക്ക് അലോട്ട്മെൻറ്റ് പ്രൊസീജിയറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുമാത്രമല്ല, ആ കമ്പനി അതുവരെ റിസീവ് ചെയ്ത ആപ്ലിക്കേഷൻ മണി കംപ്ലീറ്റ് ആപ്ലിക്കൻസിന് റിട്ടേൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി കമ്പനി
അണ്ടർ റൈറ്റേഴ്സുമായി എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതാണ് എന്ത് പറയുന്നത്, അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ ആക്ട് ഓഫ് എൻഷുറിങ് ദ സെയിൽ ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഓഫ് എ കമ്പനി ഈവൻ ബിഫോർ ഓഫറിംഗ് ടു ദ പബ്ലിക് ഈസ് കോൾഡ് അണ്ടർ റൈറ്റിംഗ്. പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതിൻ്റെ മുമ്പേ ഒരു കമ്പനിയുടെ ഷെയർസോ ഡിബെഞ്ചേഴ്സോ സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എസ്ക്രോ അക്കൗണ്ട്. ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. എസ്ക്രോ അക്കൗണ്ട്. എ കമ്പനി ഹാസ് ടു ഓപ്പൺ എൻ എസ്ക്രോ അക്കൗണ്ട് ഇഫ് ഇറ്റ് വാണ്ട്സ് ടു ഇനീഷ്യേറ്റ് ദ പ്രോസസ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. The company is required to deposit an amount equal to 25% of the consideration payable for shares to be bought up to rupees 100 crores and 10% of the consideration in excess of 100 crores. അതായത് കമ്പനി അതിൻ്റെ തന്നെ ഷെയർസ് തിരിച്ചു വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് ഏത്, എസ്ക്രോ അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ടിൽ കമ്പനി എന്ത് ചെയ്തിരിക്കണം, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം 25%. അതായത് ബൈബാക്ക് ചെയ്യുന്ന ഷെയർസിൻ്റെ 25% പൈസ എന്താണ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ഇതാണ് എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഡെറ്റേഴ്സ് സിസ്റ്റം? ഇൻലാൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് അതിൽ മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ദർ ആർ 4 മെത്തേഡ്സ് ആണുള്ളത്. ആ 4 മെത്തേഡ്സ് ഡെറ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. ഈ 4 സിസ്റ്റത്തിൽ ഫസ്റ്റ് വണ്ണാണ് ഡെറ്റേഴ്സ് സിസ്റ്റം. അപ്പോൾ ഡെറ്റേഴ്സ് സിസ്റ്റം എന്നത്, അണ്ടർ ദിസ് മെത്തേഡ് ദ ഹെഡ് ഓഫീസ് പ്രിപ്പയർസ് എ ബ്രാഞ്ച് അക്കൗണ്ട് ഫോർ ഈച്ച് ബ്രാഞ്ച്. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു അസർടെയിൻ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഈച്ച് ബ്രാഞ്ച്. ദ ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ ബ്രാഞ്ച്. എ ബ്രാഞ്ച് ഈസ് അസ്യൂംഡ് ടു ബി എ ഡെറ്റർ ഓഫ് ഹെഡ് ഓഫീസ്. The head office records only the transactions that take place between itself and its branches. This method is generally followed when the size of the branch is small. അതായത് സൈസ് ഓഫ് ദ ബ്രാഞ്ച് സ്മോൾ ആണെങ്കിലാണ് ഡെറ്റേഴ്സ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ ഓരോ ബ്രാഞ്ചിനും എന്താണ്, ഓരോ ബ്രാഞ്ച് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. പ്രോഫിറ്റോ ലോസോ അസർടെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ ബ്രാഞ്ചിനെ ഹെഡ് ഓഫീസിൻ്റെ ഡെറ്റേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഡു യു മീൻ ബൈ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്? അതായത് ഇൻലാൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് ഇതും. അതായത് ഹെഡ് ഓഫീസും ബ്രാഞ്ചസും തമ്മിലുള്ള ട്രാൻസാക്ഷനിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചസിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുകയും എന്നാൽ നമ്മുടെ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം വരെ ആ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് അവസാനത്തെ ദിവസം ആ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് എത്തിയില്ലെങ്കിൽ, അതായത് ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്യുന്ന ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് എത്താൻ ചിലപ്പോൾ ഒന്നിലധികം ദിവസം വേണ്ടി വന്നേക്കാം. അപ്പോൾ ഡിസംബർ 31 അവസാനിക്കുന്ന അക്കൗണ്ടിങ് ഇയറിൽ ചിലപ്പോൾ ഡിസംബർ 30 ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയക്കുന്നതെങ്കിൽ അത് ഒന്നിലധികം ദിവസങ്ങൾ വേണ്ടി വന്നാൽ ചിലപ്പോൾ 31 വരെ അതെവിടെ എത്തിയിട്ടുണ്ടാവില്ല, ബ്രാഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഹെഡ് ഓഫീസ് ഗുഡ്സ് സെൻഡ് ചെയ്യുകയും ചെയ്ത് അത് ബ്രാഞ്ചിലെത്തുകയും ചെയ്തില്ല. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചിൻ്റെയും അക്കൗണ്ടുകൾ തമ്മിൽ ടാലി ആവില്ല. ഫോർ റീകൺസിലിംഗ് ദീസ് ബാലൻസസ് അഡ്ജസ്റ്റിംഗ് എൻട്രി ഷുഡ് ബി പാസ്ഡ്. അപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്നത് ഗുഡ്സ് ദാറ്റ് ഹാവ് ബീൻ സെൻഡ് ബൈ ദ സെല്ലർ ഓർ ഹെഡ് ഓഫീസ് ബട്ട് നോട്ട് എറ്റ് റിസീവ്ഡ് ബൈ ദ ബയർ ഓർ ബ്രാഞ്ചസ്. ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്ത ഗുഡ്സ് ബ്രാഞ്ച് റിസീവ് ചെയ്തില്ലെങ്കിൽ അതാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഓക്കെ, ലാസ്റ്റ് വൺ,
വാട്ട് ഈസ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം? ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്നുള്ള ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്നത്, ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് സെയിൽ ഇൻ വിച്ച് the price of the article is paid in installments along with interest on unpaid balance. Under this system, the buyer gets both possession and ownership of the goods at the time of signing the agreement. This is like credit sale. അതായത് നമ്മൾ ഗുഡ്സ് വാങ്ങി അതിൻ്റെ പൈസ ഇൻസ്റ്റാൾമെൻറ്റായി പേ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഈ ഗുഡ്സ് വാങ്ങുന്ന സമയത്ത്, എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊസഷൻഷിപ്പും ഓണർഷിപ്പും ഈ വാങ്ങുന്ന ആൾക്ക് ലഭിക്കുന്നു എന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.